നമസ്കാരം. എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ബീറ്റ്റൂട്ട് അച്ചാർ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് സ്റ്റീലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ആയിട്ടുള്ള ഒരു കടായി ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ 1/2 കപ്പ് ഒഴിക്കുക. അച്ചാറിൽ വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അലുമിനിയം പോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. പിന്നീട് ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഏകദേശം 10 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് വെളുത്തുള്ളി വലുതാണെങ്കിൽ നടുവേ ഒന്ന് മുറിച്ചിടുക, 3 പച്ചമുളക് വലുപ്പത്തിൽ കട്ട് ചെയ്തത്, കുറച്ചേറെ കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഏകദേശം 10-15 സെക്കൻഡ് നേരം മാത്രം ഇളക്കുക. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത ബീറ്റ്റൂട്ട് 3 കപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഉപ്പ് 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഏകദേശം 3-4 മിനിറ്റ് നേരം വേവിക്കുക. ശ്രദ്ധിക്കുക, തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നതും നല്ലതാണ്. ഇതിപ്പോൾ ഏകദേശം 4 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ബീറ്റ്റൂട്ടിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമ്മൾ ഈ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചച്ചൊവയൊന്ന് മാറുന്നതിനായി ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ വിനാഗിരി ചേർത്തത് കൊണ്ട് ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യുക. പിന്നീട് ചൂട് നന്നായിട്ട് ആറിയതിനു ശേഷം മാത്രം ബോട്ടിലാക്കി അടച്ച് സൂക്ഷിക്കുക. അച്ചാർ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ജാറും അതെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും ഒട്ടും തന്നെ വെള്ളമയമില്ലാത്തതും നന്നായിട്ട് ഉണങ്ങിയതുമായിരിക്കണം. അതല്ലെങ്കിൽ അച്ചാർ വളരെ പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലുമിനിയം പോലുള്ള പാത്രങ്ങൾ അച്ചാർ സൂക്ഷിക്കുന്നതിനായി ഉപയോഗിക്കാതിരിക്കുക. ബീറ്റ്റൂട്ട് അച്ചാർ ഭരണിയിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ദീർഘകാലം ഇത് കേടുകൂടാതിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.